എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അത് ആഘോഷിച്ചിട്ടില്ല എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം തൻ്റെ 23 വർഷകാലഘട്ടമാകട്ടെ, നുബുവത്തിന് മുമ്പ് തൻ്റെ 40 വർഷകാലഘട്ടമാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നബിദിനം, ഒരു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ല. അതുതന്നെയാണ് ഒന്നാമത്തെ അടിസ്ഥാനം. എന്തുകൊണ്ട് പ്രവാചക സ്നേഹികൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഒന്നാമത് ഉത്തരം അതാണ് പറയാനുള്ളത്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, ആ പ്രവാചകൻ്റെ കിടക്ക പങ്കിട്ട, പ്രവാചകൻ്റെ കൂടെ കിടക്ക പങ്കിട്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഊണിനും ഉറക്കിനും ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യമാർ, ആ ഭാര്യമാരും ഈ നബിദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിലേക്ക് നോക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളും ആ നബിദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷമാകട്ടെ അവർ ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി അനുകരിച്ചു പോരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് അങ്ങേയറ്റം കൂറു പുലർത്തുന്ന സ്വഹാബാക്കൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അവരും ഈ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഇനി ആ സ്വഹാബാക്കളുടെ കാലഘട്ടം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആ സ്വഹാബാക്കൾ ജീവിച്ചിട്ടുണ്ട്, ഖുലഫാഉർ റാഷിദീങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അവരും ഈ തരത്തിലുള്ള നബിദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, ആ സ്വഹാബികളെ കണ്ടു വളർന്ന താബിഉകൾ, ആ താബിഉകളിൽ ഒരു പ്രശസ്തനായ പണ്ഡിതനും ഇത്തരത്തിൽ നബിദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി നോക്കൂ, ആ താബിഉകളെ പിൻപറ്റിയ താബിഉകൾ അവരും ഈ നബിദിനം ആഘോഷിച്ചതായി കാണാൻ സാധ്യമല്ല. ഇനി ഏതുവരെ ഇന്ന് നമ്മുടെ കേരളത്തിലാകട്ടെ, കേരളത്തിൻ്റെ പുറത്താകട്ടെ, മദ്ഹബിൻ്റെ ഇമാമുകളെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമാണ് ഇമാം മാലിക്, അതുപോലെ തന്നെ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ്. അങ്ങനെ ഈ 4 പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഫിഖിഹിൽ അഗാധ ജ്ഞാനമുള്ളവർ, ധാരാളം ഗ്രന്ഥങ്ങൾ അഗാധ ജ്ഞാനത്തിൻ്റെ മുൻകരുതലിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊന്നും സഹോദരങ്ങളെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിക്കാം എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയോ ഒരു ഫത്വയോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? ഇനി ഒരു കാര്യം കൂടി നമ്മൾ നോക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ. ഒരു കലർപ്പുമില്ലാത്ത ഒരു കൂട്ടിക്കലർത്തലുമില്ലാത്ത ആ വിശുദ്ധ ഖുർആൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ്. 6,000 ചില്ലാനും ആയത്ത് വരുന്ന ആ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് കഴിക്കാൻ അത് തെളിവാണ് എന്ന്. രണ്ടാമത് ഹദീസുകൾ, ധാരാളം ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരി, അതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അങ്ങനെ ധാരാളക്കണക്കിന് മുഹദ്ദിസുകളുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഒന്നും സ്വഹീഹായ ഒരു ഹദീസിൽ പോലും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം കഴിക്കാൻ എന്നുള്ള ഒരു കച്ചിത്തുരുമ്പ് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് പ്രവാചകനെ സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കേണ്ടത്? അതിനുള്ള ഉത്തരമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇമ്രാനിൻ്റെ 31-ാമത്തെ ആയത്ത്. ആ ആയത്തിന് പണ്ഡിതന്മാർ പേരിട്ടു ആയത്തുൽ മഹബ്ബ എന്നാണ് പണ്ഡിതന്മാർ ആ ആയത്തിന് പേരിട്ടത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പ്രവാചകരെ അങ്ങ് പറയണം ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, താങ്കൾ അഥവാ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം നിങ്ങൾ പിൻപറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വരുന്ന വെളിപാടനുസരിച്ച് മാത്രം സംസാരിക്കുന്ന, വഹി അടിസ്ഥാനത്തിൽ മാത്രം മതകാര്യങ്ങൾ സംസാരിക്കുന്ന ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ എന്താണ് ഗുണം? യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും.
അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തുവരും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം ഈ ആയത്തിനെ വളരെ വിശദമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഹാദിഹിൽ ആയത്തുൽ കരീമത്തു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ അലാ ത്വരീഖത്തിൽ മുഹമ്മദിയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റാതിരിക്കുകയും എന്നിട്ട് ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, ഞാൻ റസൂലിനെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരുടെ അങ്ങനെ ഉന്നയിക്കുന്ന എല്ലാവരുടെയും മേൽ വിധി പറയുന്ന ആയത്താണ് ഇത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഇന്നഹു കാദിഉബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുണ്ട് എന്ന് പറയുകയും എന്നിട്ട് റസൂലിനെ ഫോളോ ചെയ്യാതെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു കാദിബുൻ, അവൻ വ്യാജനാണ്, അവൻ കളവ് പറയുന്നവനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കമാ സബത, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യത്തബി അശ്ശറഅൽ മുഹമ്മദിയ്യ വദ്ദീന നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വഅഹ്വാലിഹി. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്നുണ്ടെങ്കിൽ മാർഗം പിൻപറ്റുന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ പ്രവർത്തികളിലും അവൻ്റെ എല്ലാ വാക്കുകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്ന ആ ദീൻ ഉണ്ടാകണം. അവൻ്റെ എല്ലാ വാക്കുകളിലും അതുണ്ടാകണം, അവൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും ഉണ്ടാകണം. റസൂല് വിരോധിച്ച കാര്യങ്ങൾ, റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിലില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് വാമൊഴിയായി ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അവൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു കാദിബുൻ, അവൻ വ്യാജനാണ്, അവൻ കളവ് പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, കമാ സബത ഫി സ്വഹീഹി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന പൂർണ്ണമായ ദീനുണ്ടല്ലോ, അഥവാ സൂര്യൻ്റെ തെളിച്ചത്തെക്കാളും അതുപോലെ തന്നെ പൂർണ്ണ ചന്ദ്രൻ്റെ നിലാവിനേക്കാളും തെളിമയാർന്ന ഈ ഇസ്ലാം എന്ന ആദർശമുണ്ടല്ലോ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ഒരുത്തൻ കൊണ്ടുവരികയാണെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് എന്താണ് ഈ ആയത്തിലൂടെ ലഭിക്കുന്നത് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. യഹ്സുലു ലക്കും ഫൗക മാ തലബ്തും മിൻ മഹബ്ബത്തിക്കും ഇയ്യാഹ് വഹുവ മഹബ്ബത്തുഹു ഇയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ എന്താണ് വിശദീകരിക്കുന്നത് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ പിൻപറ്റുന്നതിലൂടെ അവൻക്ക് ലഭിക്കുന്നത് അല്ലാഹുവിൻ്റെ മഹബ്ബത്താണ്, അള്ളാഹുവിൻ്റെ മഹബ്ബത്താണ്. വഹുവ അഅ്ളമു മിനൽ അവ്വൽ, അതാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും മഹത്വം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമാണ് അവൻ നേടിയെടുക്കേണ്ടത്. അതാണ് ഈ ആയത്തിലൂടെ റസൂലിനെ പിൻപറ്റിയാൽ ഒരാൾക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പല ഉലമാക്കളുടെ പല പണ്ഡിതന്മാരുടെ ഉദ്ധരണി കൂടി ഈ അവസാനം തഫ്സീറിൻ്റെ അവസാനം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വഖാലൽ ഹസനുൽ ബസരിയു വഗൈറുഹു മിനസ് സലഫ് സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്. ഒരു സമൂഹം വന്നിട്ട് ആ സമൂഹം പറയാണ്, ഞാൻ അള്ളാഹിനെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ നല്ല സ്നേഹിക്കുന്ന ആളാണ് എന്ന് ഒരു സമൂഹം വാദിക്കുകയാണ്. ആ സമൂഹത്തെ ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, അള്ളാഹു ആ സമൂഹത്തെ ഈ ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു എന്നാണ്. അവരോട് വാമൊഴിയായിക്കൊണ്ട് ഞാൻ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യുന്ന ആളല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളല്ല. മറിച്ച് റസൂൽ എന്താണോ പറഞ്ഞത് അത് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലേക്കും കൊണ്ടുവരുമ്പോൾ മാത്രമേ അവൻ യഥാർത്ഥത്തിലുള്ള റസൂലിനെ പിൻപറ്റുന്ന ആളുകളായി മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തതായി കാണാം, മഹബ്ബത്തുൽ അബ്ദിലില്ലാഹി വ റസൂൽ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു അടിമ അവൻ എങ്ങനെയാണ്, അത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കലാണ്. അവൻ്റെ ജീവിതത്തിൽ അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ഫോളോ ചെയ്യലാണ്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാത്ത ഒരു കാര്യം ദീനിൽ പുതുതായി കൊണ്ടുവന്ന്, അതിന് ഉദാഹരണമായി നബിദിനാഘോഷം തന്നെ നമുക്ക് പറയാം. ആ നബിദിനാഘോഷം കൊണ്ടുവന്ന് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ റസൂലിൻ്റെ മാർഗത്തിലല്ല, അവൻക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമല്ല. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ ഫഇന്നഹു കാദിബുൻ, അവൻ വ്യാജനാണ്, അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു തന്ന ആ മുത്തബിഉ സുന്ന,
ആ സുന്നത്തിനെ പിൻപറ്റി മുന്നോട്ട് പോകാൻ നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.